ഹലോ എവ്രിവൺ, നമസ്കാരം. വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം പോഡ്കാസ്റ്റ്. ഇന്നലെ ഓഫീസിൽ എനിക്കൊരു വലിയ അബദ്ധം പറ്റി. എന്റെ മാനേജർ എന്നെ വിളിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ ഇംഗ്ലീഷിൽ പറഞ്ഞുപോയി, "സർ, പ്ലീസ് ഡോണ്ട് ഈറ്റ് മൈ ഹെഡ്" എന്ന്. വാട്ട്? ഡോണ്ട് ഈറ്റ് മൈ ഹെഡ് എന്നോ? എന്നിട്ട് മാനേജർ എന്തു പറഞ്ഞു? അദ്ദേഹം എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി. "ആർ യു ക്രേസി?" എന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ തല തിന്നരുത് എന്നാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല ഒന്നാന്തര 8ന്റെ പണിയാണ് കിട്ടിയത്. സായിപ്പന്മാരാരെങ്കിലും ഇത് കേട്ടിരുന്നെങ്കിൽ അവർ വിചാരിക്കും താൻ അവരെ പിടിച്ച് തിന്നാൻ പോകുവാണെന്ന്. ഇതാണ് നമ്മൾ മലയാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ആദ്യം മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് ഓരോ വാക്കും അതുപോലെ അങ്ങ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതിനെയാണ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതെ, നമ്മൾ മലയാളികൾക്കതൊരു ശീലമായിപ്പോയി. അപ്പൊ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന, എന്നാൽ ഇംഗ്ലീഷിലേക്ക് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വൻ അബദ്ധമാകുന്ന കുറച്ച് വാചകങ്ങളാണ്. അതുമാത്രമല്ല, ഓരോ ഇംഗ്ലീഷ് വാചകവും നമ്മൾ വാക്ക് തിരിച്ച് അർത്ഥം സഹിതം പഠിക്കും. അടിപൊളി! എങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോ എന്റെ ആദ്യത്തെ സംശയം, നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. ഇന്നലെ ഒരു ക്ലയന്റ് എന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, "വെയിറ്റ് സർ, ഐ വിൽ ആസ്ക് ആൻഡ് സേ" എന്ന്. അത് ശരിയാണോ? അല്ല, തീർച്ചയായും അത് ശരിയല്ല. ഐ വിൽ ആസ്ക് ആൻഡ് സേ എന്ന് ഇംഗ്ലീഷുകാർ ഒരിക്കലും പറയില്ല. ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രൊഫഷണലായ ഒരു വാചകമാണ് ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു. ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു. അതിപ്പോ നമ്മള് തിരിച്ചു വരും എന്നല്ലേ അർത്ഥം? അല്ല, നമുക്കിതിന്റെ അർത്ഥം ഓരോ വാക്കായി നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ അനുവദിക്കൂ. ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരികെ ബന്ധപ്പെടാൻ. അതായത് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം എന്നാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം. ഓ, അപ്പോ ക്ലയന്റ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഐ വിൽ ആസ്ക് ആൻഡ് സേ എന്ന് പറയുന്നതിന് പകരം ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയാമല്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയുണ്ട്. അതെ, ഇനി നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ എന്റെ കൂടെ ഉറക്കെ പറയണം. റെഡി? പറയൂ. ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു. ഇനി ഒരുമിച്ച് പറയാം. ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു. ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു. വെരി ഗുഡ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ് ജാട. അവൾക്ക് ഭയങ്കര ജാടയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതൊക്കെ എനിക്കറിയാം. ജാഡ എന്ന് വെച്ചാൽ ഷീ ഹാസ് ടു മച്ച് വെയിറ്റ് അല്ലെങ്കിൽ ഷീ ഈസ് ഷോയിങ് ടു മച്ച് ഷോ, അല്ലേ? അയ്യോ, ഷീ ഹാസ് ടു മച്ച് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര തടിയാണ് എന്നായി പോകും അർത്ഥം. വെറുതെ ഇടി മേടിച്ചു കൂട്ടണ്ട. ജാടയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഇംഗ്ലീഷ് വാക്കാണ് സ്നോബിഷ്. സ്നോബിഷോ? അതെങ്ങനെയാ വാക്യത്തിൽ പറയുക? നമുക്ക് നോക്കാം. ഷീ എന്ന് വെച്ചാൽ അവൾ, ഇസ് എന്ന് വെച്ചാൽ ആണ്, സ്നോബിഷ് എന്ന് വെച്ചാൽ ജാടക്കാരി അല്ലെങ്കിൽ അഹങ്കാരി. അപ്പോൾ വാക്യം എങ്ങനെ വരും? ഷീ ഈസ് സ്നോബിഷ്. ഷീ ഈസ് സ്നോബിഷ്. കൊള്ളാം. ഇത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് മാസ് കാണിക്കും. തീർച്ചയായും. ഷീ ഈസ് പറയൂ. സ്നോബിഷ് പറയൂ. ഷീ ഈസ് സ്നോബിഷ്. എക്സലന്റ്. എനിക്കെപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയില്ലേ, "ഞാൻ അവിടെ പോയിട്ട് വരാമെന്ന്." അത് ഞാനൊരു സായിപ്പിനോട് പറഞ്ഞത് ഐ വിൽ ഗോ ദേർ ആൻഡ് കം എന്നാണ്. പുള്ളിക്ക് ഒന്നും മനസ്സിലായില്ല. മനസ്സിലാവില്ല. കാരണം ഐ വിൽ ഗോ ദേർ ആൻഡ് കം എന്നത് തികച്ചും മലയാളം ഇംഗ്ലീഷിൽ നമ്മൾ തന്നെ മാറ്റുന്ന ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. ഇതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന കൃത്യമായ ഇംഗ്ലീഷ് വാചകമാണ് ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് വാക്ക് തിരിച്ചു പറയാമോ? തീർച്ചയായും. ഐ വിൽ ബി എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും. റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ തിരികെ. അതായത് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉടനെ തിരികെ വരാം എന്നാണ് ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമയിലൊക്കെ ഇത് ധാരാളം കേൾക്കാം. ഇത്ര സിമ്പിളായിരുന്നോ ഇത്? ആശയമാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, വാക്കുകളല്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. എക്സാക്ട്ലി. അതാണതിന്റെ രഹസ്യം. ശരി, നമ്മുടെ ലേണേഴ്സ് എല്ലാവരും ഈ വാചകം എന്നോടൊപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഐ വിൽ ബി
പറയൂ. റൈറ്റ് ബാക്ക്. പറയൂ. ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഗ്രേറ്റ് ജോബ്. സർ, നമ്മൾ എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ പറയില്ലേ, എനിക്ക് പണി കിട്ടിയെന്ന്. ഞാനത് ഇംഗ്ലീഷിൽ ഐ ഗോട്ട് വർക്ക് എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അല്ലല്ല, ഐ ഗോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി ലഭിച്ചു എന്നാണ് അർത്ഥം. അത് നല്ല കാര്യമല്ലേ? എന്നാൽ അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ എം ഇൻ ട്രബിൾ എന്നാണ്. അപ്പോ അതിലെ വാക്കുകളുടെ അർത്ഥം? ശ്രദ്ധിക്കൂ. ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. ട്രബിൾ എന്ന് പറഞ്ഞാൽ കുഴപ്പം അല്ലെങ്കിൽ പ്രശ്നം. അതായത് ഞാനൊരു പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടി എന്നാണ് നമ്മൾ ഐ എം ഇൻ ട്രബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാവ്! ഇനി മുതൽ എനിക്ക് പണി കിട്ടുമ്പോൾ ഞാൻ ഐ ഗോട്ട് വർക്ക് എന്ന് പറയില്ല, ഐ എം ഇൻ ട്രബിൾ എന്ന് തന്നെ പറയൂ. യെസ്, എന്റെ കൂടെ എല്ലാവരും പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഐ ആം. പറയൂ. ഇൻ ട്രബിൾ. പറയൂ. ഐ ആം ഇൻ ട്രബിൾ. ഐ ആം ഇൻ ട്രബിൾ. ബ്രില്യന്റ്. സർ, അടുത്തത് നമ്മളെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെടുക്കുവാന്ന് ചോദിച്ചാൽ നമ്മൾ ചുമ്മാ ഇരിക്കുവാന്ന് പറയില്ലേ? അതിന് ഞാൻ എപ്പോഴും ഐ എം സിംപ്ലി സിറ്റിംഗ് എന്നാണ് പറയാറ്. അത് ശരിയാണോ? അല്ലല്ല, ഐ എം സിംപ്ലി സിറ്റിംഗ് എന്നത് പക്ക മലയാളം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ അതിന് പകരം നമുക്ക് വളരെ സ്റ്റൈലിഷായിട്ട് പറയാൻ പറ്റുന്ന വാചകമാണ് നത്തിങ് മച്ച് അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് റിലാക്സിംഗ്. നത്തിങ് മച്ച് എന്നോ? അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞുതരാം. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലായി. അതായത് കൂടുതലായി ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുക എന്ന് പറയാനാണ് നമ്മൾ നത്തിങ് മച്ച് എന്ന് പറയുന്നത്. നത്തിങ് മച്ച്. ഇനി വെറുതെ വിശ്രമിക്കുകയാണെങ്കിൽ ഐ എം ജസ്റ്റ് റിലാക്സിംഗ് എന്നും പറയാം. അടിപൊളി! ഇനി ആര് ചോദിച്ചാലും ഞാൻ നത്തിങ് മച്ച് എന്നേ പറയൂ. നത്തിങ് മച്ച്, ഐ എം ജസ്റ്റ് റിലാക്സിംഗ്. ഗുഡ്. അപ്പോ മൈ ഡിയർ ഇംഗ്ലീഷ് ലേണേഴ്സ്, എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. നത്തിങ് മച്ച്. നത്തിങ് മച്ച്. ഐ എം ജസ്റ്റ് റിലാക്സിംഗ്. ഐ എം ജസ്റ്റ് റിലാക്സിംഗ്. എക്സലന്റ്. പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ നിങ്ങളുടെ സ്വന്തം സ്ഥലം എവിടെയാന്ന്? ഞാൻ എപ്പോഴും ചോദിക്കാറ് വാട്ട് ഈസ് യുവർ പ്രോപ്പർ എന്നാണ്. ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. വാട്ട് ഈസ് യുവർ പ്രോപ്പർ എന്ന് ചോദിച്ചാൽ വിദേശികൾക്കൊന്നും മനസ്സിലാവില്ല. സ്വന്തം സ്ഥലം അല്ലെങ്കിൽ നാട് എന്ന് ചോദിക്കാൻ ഏറ്റവും ശരിയായ ഇംഗ്ലീഷ് വാചകം വേർ ആർ യു ഫ്രം എന്നാണ്. ആ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരണേ സർ. തീർച്ചയായും. വേർ എന്നുവെച്ചാൽ എവിടെ, ആർ യു എന്നുവെച്ചാൽ നിങ്ങളാകുന്നു, ഫ്രം എന്നുവെച്ചാൽ നിന്ന്. അതായത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നാട് എവിടെയാണ് എന്ന് ചോദിക്കാനാണ് നമ്മൾ വേർ ആർ യു ഫ്രം എന്നുപയോഗിക്കുന്നത്. എല്ലാവരും കൂടെ പറഞ്ഞേ. വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. വെരി ഗുഡ്. ഓക്കെ സർ, ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും. അപ്പം ഞാൻ ഓഫീസിൽ പറയാറുണ്ട് ഐ എം ടേക്കിംഗ് ഹെഡേക്ക് എന്ന്. തലവേദന എടുക്കുന്നു, ടേക്കിംഗ് ഹെഡേക്ക്. കറക്റ്റ് അല്ലേ? അയ്യോ അല്ല. ടേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഒരു സാധനം എടുത്തു മാറ്റുക എന്നാണ്. തലവേദന ആരും പോയി എടുക്കുന്നതല്ലല്ലോ, അത് തനിയെ വരുന്നതല്ലേ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ടത് ഐ ഹാവ് എ ഹെഡേക്ക് എന്നാണ്. ഐ ഹാവ് എ ഹെഡേക്കോ? ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നല്ലേ? അതെ. അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അസുഖം ഉണ്ട് എന്നാണ് പറയുക. ഐ എന്നുവെച്ചാൽ എനിക്ക്, ഹാവ് എന്നുവെച്ചാൽ ഉണ്ട്, എ ഹെഡേക്ക് എന്നുവെച്ചാൽ ഒരു തലവേദന. അതായത് എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയാനാണ് ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയുന്നത്. എല്ലാവരും റിപ്പീറ്റ് ചെയ്തേ. ഐ ഹാവ് എ ഹെഡേക്ക്. ഐ ഹാവ് എ ഹെഡേക്ക്. സൂപ്പർബ്. ഇനി അടുത്ത സംശയം. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയില്ലേ ഫോൺ കട്ട് ചെയ്യല്ലേ, ഞാൻ ഇപ്പൊ വരാംന്ന്. അതിന് ഞാൻ എപ്പോഴും പ്ലീസ് ഡോണ്ട് കട്ട് ദ ഫോൺ എന്ന് പറയും. നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്ന തെറ്റാണിത്. കത്രിക വെച്ച് മുറിക്കുന്നതിനെയാണ് കട്ട് എന്ന് പറയുന്നത്. ഫോൺ വെക്കരുത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ശരിയായ പ്രയോഗം ഡോണ്ട് ഹാങ് അപ്പ് എന്നാണ്. ഹാങ് അപ്പ് എന്നോ? അതെന്താ അങ്ങനെ? പഴയകാലത്തെ ലാൻഡ് ലൈൻ ഫോണുകൾ നമ്മൾ ഭിത്തിയിൽ തൂക്കിയിടുകയാണല്ലോ ചെയ്തിരുന്നത്. അതിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. ഡോണ്ട് എന്ന് വെച്ചാൽ ചെയ്യരുത്, ഹാങ് അപ്പ് എന്ന് വെച്ചാൽ ഫോൺ വെക്കുക. അതുകൊണ്ട് ഫോൺ വെക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഹാങ് അപ്പ് എന്ന് പറയണം. ഓക്കെ, മനസ്സിലായി. ഡോണ്ട് ഹാങ് അപ്പ്. യെസ്, ലെറ്റ്സ് പ്രാക്ടീസ്. ഡോണ്ട്
Hang up. Don't hang up. Don't hang up. Great job. ഇന്നലെ ഞാൻ ഓഫീസിൽ വരാൻ വൈകി. ഞാൻ മാനേജറോട് പറഞ്ഞു, സോറി സർ, ഐ ഡിൻ ഗെറ്റ് ദ ബസ് എന്ന്. എനിക്ക് ബസ് കിട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ ഡെൻ ഗെറ്റ് ദ ബസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങാൻ ഒരു ബസ് കിട്ടിയില്ല എന്നൊക്കെയാണ് ഇംഗ്ലീഷുകാർക്ക് തോന്നുക. നമ്മൾ ബസ് വിലയ്ക്ക് വാങ്ങാൻ പോയതല്ലല്ലോ. ബസ് പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമ്മൾ പറയേണ്ടത് ഐ മിസ്ഡ് ദ ബസ് എന്നാണ്. അപ്പോ വാക്ക് തിരിച്ചു പറഞ്ഞാൽ? ശ്രദ്ധിക്കൂ, ഐ എന്ന് വെച്ചാൽ ഞാൻ, മിസ്ഡ് എന്ന് വെച്ചാൽ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ വിട്ടുപോയി. ദ ബസ്, അതായത് എനിക്ക് ബസ്സിൽ കയറാൻ പറ്റിയില്ല, അത് പോയി എന്ന് പറയാനാണ് ഐ മിസ്ഡ് ദ ബസ് എന്ന് പറയുന്നത്. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഐ മിസ്ഡ് ദ ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, ഐ മിസ്ഡ് ദ ബസ്. യെസ്, എല്ലാവരും കൂടെ പറഞ്ഞേ, ഐ മിസ്ഡ് ദ ബസ്. ഐ മിസ്ഡ് ദ ബസ്. ഐ മിസ്ഡ് ദ ബസ്. ഓസം. സർ, അടുത്തത് ഭക്ഷണകാര്യമാണ്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറയുമ്പോൾ നമ്മൾ പറയില്ലേ, എന്റെ വയറ് നിറഞ്ഞുവെന്ന്. ഞാൻ പറയാറ് മൈ സ്റ്റൊമക്ക് ഇസ് ഫുൾ എന്നാണ്. മൈ സ്റ്റമക്ക് ഇസ് ഫുൾ എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു ഡോക്ടറോട് സംസാരിക്കുന്നത് പോലെ തോന്നും. വളരെ നാച്ചുറലായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമ്മൾ പറയേണ്ടത് ഐ എം ഫുൾ അല്ലെങ്കിൽ ഐ എം സ്റ്റഫ്ഡ് എന്നാണ്. ഐ എം സ്റ്റഫ്ഡ് എന്നോ? സ്റ്റഫ് എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക എന്നല്ലേ? അതെ, കഴിച്ച് ഇനി ഒരു മണി ചോറ് പോലും കയറില്ല എന്ന് തോന്നുന്ന അവസ്ഥയ്ക്കാണ് ഐ എം സ്റ്റഫ്ഡ് എന്ന് പറയുന്നത്. ഐ ആം എന്ന് വെച്ചാൽ ഞാൻ ആകുന്നു. സ്റ്റഫ്ഡ് എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുന്നു. ഇനി വെറുതെ വയറ് നിറഞ്ഞു എന്ന് പറയാൻ ഐ എം ഫുൾ അല്ലെങ്കിൽ ഐ എം സ്റ്റഫ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഐ ആം ഫുൾ. ഐ ആം സ്റ്റഫ്ഡ്. യെസ്, നമുക്ക് രണ്ടും പ്രാക്ടീസ് ചെയ്യാം. സ്റ്റുഡൻസ് കൂടെ പറയൂ, ഐ ആം ഫുൾ. I am stuffed. I am stuffed. Perfect. ചിലപ്പോ ആരെങ്കിലും നമ്മളെ വല്ലാതെ ശല്യം ചെയ്താൽ നമ്മൾ ദേഷ്യത്തിൽ പറയില്ലേ, എന്നെ വെറുതെ വിടുന്ന്. അതിനെ ലീവ് മീ സിംപ്ലി എന്ന് പറയാമോ? അയ്യോ, പാടില്ല. എന്നെ വെറുതെ വിടുക എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാചകം ലീവ് മീ അലോൺ എന്നാണ്. ഓ, അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് പറയാമോ? തീർച്ചയായും. ലീവ് മീ എന്ന് പറഞ്ഞാൽ എന്നെ വിടുക. അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, അലോൺ. അതായത് എന്നെ ശല്യം ചെയ്യാതെ എന്നെ ഒറ്റയ്ക്ക് വിടുക എന്ന് പറയാനാണ് നമ്മൾ ലീവ് മീ അലോൺ എന്നുപയോഗിക്കുന്നത്. ലീവ് മീ അലോൺ. യെസ്, എല്ലാവരും കൂടെ പറഞ്ഞേ, ലീവ് മീ അലോൺ. ലീവ് മീ അലോൺ. ലീവ് മീ അലോൺ. വെരി ഗുഡ്. വൈകുന്നേരം പുറത്തു പോകുമ്പോൾ നമ്മൾ പറയില്ലേ, വാ നമുക്ക് കാറ്റ് കൊള്ളാൻ പോവാംന്ന്. അതിന് ലെറ്റ്സ് ഗോ ടു ഈറ്റ് എയർ എന്നെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു സർ. അങ്ങനെ പറയാമോ? ഈറ്റ് എയർ എന്നോ? കാറ്റാരെങ്കിലും തിന്നുമോ? വിദേശികൾ കേട്ടാൽ ഞെട്ടും. ഇതിന് പകരമായി നമുക്ക് പറയാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു വാചകമുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ. അതിന്റെ അർത്ഥം പറയാം. ലെറ്റ്സ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാം അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. സം എന്ന് പറഞ്ഞാൽ കുറച്ച്. ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ ശുദ്ധവായു. അതായത് പുറത്തുപോയി കുറച്ച് ശുദ്ധവായു ശ്വസിക്കാം എന്ന് പറയാനാണ് ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ എന്ന് പറയുന്നത്. അടിപൊളി. ഇതെന്തായാലും ഞാൻ എന്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കും. ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ. കൂടെ പറയൂ, ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ. ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ. ലെറ്റ്സ് ഗെറ്റ് സം ഫ്രഷ് എയർ. ബ്രില്യന്റ്. രാത്രിയാവുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് ഉറക്കം വരുന്നൂന്ന്. ഞാനത് ഇംഗ്ലീഷിൽ സ്ലീപ്പ് ഈസ് കമ്മിങ് എന്ന് പറയും. അത് തെറ്റാണെന്ന് തോന്നുന്നു. അതെ, ഉറക്കമെന്ന് പറയുന്നത് നടന്നു വരുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് സ്ലീപ്പ് ഈസ് കമ്മിങ് എന്ന് പറയാൻ പാടില്ല. അതിനു പകരം ഐ ആം ഫീലിംഗ് സ്ലീപ്പി എന്നാണ് പറയേണ്ടത്. ശ്രദ്ധിക്കൂ, ഐ ആം എന്ന് വെച്ചാൽ ഞാനാകുന്നു. ഫീലിംഗ് എന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നു. ഐ ആം ഫീലിംഗ് സ്ലീപ്പി, അതായത് എനിക്ക് ഉറക്കം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാനാണ് ഐ ആം ഫീലിംഗ് സ്ലീപ്പി എന്ന് പറയുന്നത്. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. യെസ്, എല്ലാവരും റിപ്പീറ്റ് ചെയ്യുക. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഗുഡ് ജോബ്.
സർ, നാട്ടിൽ മഴ പെയ്യുമ്പോൾ എപ്പോഴും കറണ്ട് പോവും. അപ്പൊ ഞാൻ പറയും ദ കറന്റ് വെന്റ് എന്ന്. അത് ശരിയാണോ? ഇല്ല, കറന്റ് വെന്റ് എന്ന് പറയരുത്. വൈദ്യുത ബന്ധം തകരാറിലായി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ടത് ദ പവർ വെന്റ് ഔട്ട് എന്നാണ്. ദ പവർ വെന്റ് ഔട്ട്. ആഹാ, അത് കൊള്ളാലോ. അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞുതരാം. ദ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈദ്യുതി എന്നാണ് അർത്ഥം. വെന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുപോയി അല്ലെങ്കിൽ ഇല്ലാതായി. അതായത് വൈദ്യുതി ഇല്ലാതായി അല്ലെങ്കിൽ കറണ്ട് പോയി എന്ന് പറയാനാണ് നമ്മൾ ദ പവർ വെന്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ സർ, ദ പവർ വെന്റ് ഔട്ട്. എല്ലാവരും ഒപ്പം പറഞ്ഞേ, ദ പവർ വെന്റ് ഔട്ട്. ദ പവർ വെന്റ് ഔട്ട്. ദ പവർ വെന്റ് ഔട്ട്. ഓസം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വിളിച്ചാ പറയില്ലേ, ഞാൻ ബസ്സിലാണെന്ന്. അതിന് ഐ ആം ഇൻ ദ ബസ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? വളരെ നല്ലൊരു ചോദ്യം. ഇൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അടഞ്ഞ സ്ഥലത്തിനുള്ളിലിരിക്കുന്നതിനാണ് പറയുക. ഉദാഹരണത്തിന് കാറിനുള്ളിലാണെങ്കിൽ ഐ ആം ഇൻ ദ കാർ എന്ന് പറയാം. കാരണം അവിടെ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. എന്നാൽ ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ് എന്നിവയ്ക്കുള്ളിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന വാഹനങ്ങളിലാണെങ്കിൽ നമ്മൾ ഐ ആം ഓൺ ദ ബസ് എന്ന് പറയണം. വാവ്, ഇതെനിക്ക് പുതിയൊരു അറിവാണ്. അപ്പോ ട്രെയിനിലാണെങ്കിൽ ഐ ആം ഓൺ ദ ട്രെയിൻ എന്ന് പറയണം അല്ലേ? കറക്റ്റ്, അങ്ങനെ തന്നെ. ഐ ആം ഓൺ ദ ട്രെയിൻ, ഐ ആം ഓൺ ദ ബസ്. മനസ്സിലായി സർ. ഐ ആം ഓൺ ദ ബസ്. യെസ്, കൂടെ പറയൂ. ഐ ആം ഓൺ ദ ബസ്. ഐ ആം ഓൺ ദ ബസ്. പെർഫെക്റ്റ്. ഹോംവർക്ക് ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വൈകിയാലോ നമ്മൾ പറയും എനിക്ക് സമയം കിട്ടിയില്ലാന്ന്. അതിന് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം എന്ന് പറയാമോ? മലയാളികൾ സ്ഥിരമായി പറയുന്ന മറ്റൊരു തെറ്റാണിത്. സമയം എന്നത് ഒരാൾ നമുക്ക് തരുന്ന ഒരു സാധനമല്ലല്ലോ. അതുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. പകരം നമ്മൾ പറയേണ്ടത് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം എന്നാണ്. അതിന്റെ അർത്ഥമൊന്ന് പറയാമോ? തീർച്ചയായും. ഐ എന്ന് വെച്ചാൽ എനിക്ക്, ഡിഡ്ന്റ് ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നില്ല, ടൈം എന്ന് വെച്ചാലോ സമയം. അതായത് എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായി. ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. കറക്റ്റ്. എല്ലാവരും കൂടെ പറഞ്ഞേ, ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. എനിക്ക് സമയമില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. ബ്രില്യന്റ്. നമ്മൾ ക്ലാസ്സിലോ മീറ്റിംഗിലോ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, എനിക്കൊരു സംശയമുണ്ട് എന്ന്. ഞാൻ എപ്പോഴും പറയാറ് സർ ഐ ഹാവ് എ ഡൗട്ട് എന്നാണ്. അത് ശരിയല്ലേ? ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ സ്ഥിരമായി പറയുന്ന തെറ്റാണിത്. ഇംഗ്ലീഷിൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും സംശയിക്കുക എന്നാണ് അർത്ഥം. അതായത് ഒരാളെ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് പോലെ. പഠിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോ ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന സാറിന് എനിക്ക് വിശ്വാസമില്ലാന്ന് പറയുന്ന പോലെയാണോ? ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അതുകൊണ്ട് ക്ലാസ്സിലായാലും ഓഫീസിലായാലും സംശയമുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്. എ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ചോദ്യം. അതായത് എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ സംശയമുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് പറയണം. ഇതൊരു വലിയ അറിവാണ്. താങ്ക് യു സർ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. യെസ്, എല്ലാവരും കൂടെ പറഞ്ഞേ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഗുഡ് ജോബ്. ഇനി അടുത്തത്, നമ്മുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയില്ലേ ഇതെന്റെ കസിൻ ബ്രദറാണ് അല്ലെങ്കിൽ കസിൻ സിസ്റ്ററാണെന്ന്. അതിലെന്താ തെറ്റ്? തെറ്റുണ്ട്. ഇംഗ്ലീഷിൽ കസിൻ എന്ന വാക്കിന് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ട് കസിൻ എന്നതിനൊപ്പം ബ്രദർ എന്നോ സിസ്റ്റർ എന്നോ ചേർത്ത് പറയുന്നത് വ്യാകരണപരമായി തെറ്റാണ്. നമ്മൾ വെറുതെ കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓ, അപ്പോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലേ? അതെ. ഹീ ഈസ് എന്ന് പറഞ്ഞാൽ അവനാണ്. അതുപോലെ ഷീ ഈസ് എന്ന് പറഞ്ഞാൽ അവളാണ്. മൈ കസിൻ എന്നാലോ എന്റെ കസിൻ. അതായത് അവൻ എന്റെ കസിനാണ് എന്ന് പറയാൻ ഹീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ മതി. കസിൻ ബ്രദർ എന്ന് പറയരുത്. മനസ്സിലായി. ബ്രദർ സിസ്റ്റർ എന്നും വേണ്ട. ഹീ ഈസ് മൈ കസിൻ, ഷീ ഈസ് മൈ കസിൻ.
യെസ്, വെരി ഗുഡ്. എല്ലാവരും കൂടെ പറയൂ. ഹീ ഈസ് മൈ കസിൻ. ഹീ ഈസ് മൈ കസിൻ. എക്സലന്റ്. ഇനി നമുക്ക് അസുഖം വരുമ്പോ നമ്മൾ മരുന്ന് കഴിക്കില്ലേ? അപ്പൊ ഞാൻ പറയാറ് ഐ ഏറ്റ് മെഡിസിൻ എന്നാണ്. മരുന്ന് കഴിക്കുക, ഈറ്റ് മെഡിസിൻ. ശരിയല്ലേ? മരുന്നെന്ന് പറയുന്നത് ബിരിയാണിയോ ചോറോ പോലെ നമ്മൾ ചവച്ചരച്ച് ആസ്വദിച്ച് തിന്നുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് മരുന്നിന്റെ കൂടെ ഒരിക്കലും ഈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. മരുന്ന് കഴിച്ചു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടുക്ക് മെഡിസിൻ എന്നാണ്. അതിന്റെ അർത്ഥം ഒന്ന് വാക്ക് തിരിച്ചു പറയാമോ? പറയാം. ഐ ടുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കഴിച്ചു എന്നാണ് അർത്ഥം. മൈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്റെ മരുന്ന്. അതായത് ഞാൻ എന്റെ മരുന്ന് കഴിച്ചു എന്ന് പറയാൻ ഐ ടുക്ക് മൈ മെഡിസിൻ. ഇനി കഴിക്കാൻ പോകുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ടേക്ക് മൈ മെഡിസിൻ എന്ന് പറയാം. ഓക്കെ സർ, ഞാൻ എന്റെ മരുന്ന് കഴിച്ചു. ഐ ടുക്ക് മൈ മെഡിസിൻ. ഞാൻ മരുന്ന് കഴിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ടേക്ക് മൈ മെഡിസിൻ. വെരി ഗുഡ്. എവ്രിവൺ പ്ലീസ് റിപ്പീറ്റ്. ഐ ടുക്ക് മൈ മെഡിസിൻ. ഐ ടുക്ക് മൈ മെഡിസിൻ. I took my medicine. I am going to take my medicine. I am going to take my medicine. I am going to take my medicine. Brilliant. ഇനിയൊരു രസമുള്ള ചോദ്യം ചോദിക്കാം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയില്ലേ, അവൻ കാറിന്റെ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ടെന്ന്. അതില് ഹീസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമുണ്ട്. ഇംഗ്ലീഷിൽ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പിൻഭാഗം എന്നാണ് അർത്ഥം. അതുകൊണ്ട് കാറിന്റെ പുറകിലെന്ന് പറയാൻ ഒരിക്കലും ബാക്ക് സൈഡ് എന്ന് ഉപയോഗിക്കരുത്. അയ്യോ, ഇതറിയാതെ ഞാൻ എത്ര പേരോട് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പുറകുവശത്തെന്ന് പറയുക? വളരെ സിമ്പിളാണ്. സൈഡ് എന്ന് ഒഴിവാക്കിയിട്ട് വെറുതെ ഇൻ ദ ബാക്ക് എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക്. ഹീ ഈസ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുകയാണ്. ഇൻ ദ ബാക്ക് എന്ന് പറഞ്ഞാൽ പുറകിൽ. അതായത് അവൻ കാറിന്റെ പുറകിലിരിക്കുകയാണ് എന്ന് പറയാൻ ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക് എന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക്. കറക്റ്റ്. കൂടെ പറയൂ. ഇൻ ദ ബാക്ക്. ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക്. ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബാക്ക്. ഗ്രേറ്റ് ജോബ്. നമ്മൾ സലൂണിൽ പോയി മുടിയൊക്കെ വെട്ടി വരുമ്പോൾ എല്ലാവരോടും പറയില്ലേ, ഞാൻ മുടി വെട്ടിയെന്ന്. ഇംഗ്ലീഷിലത് ഐ കട്ട് മൈ ഹെയർ എന്നല്ലേ പറയുക? അല്ല, ഐ കട്ട് മൈ ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു കത്രികയെടുത്ത് എന്റെ മുടി വെട്ടിയെന്നാണ് അർത്ഥം. നമ്മൾ സ്വന്തമായിട്ടല്ലല്ലോ മുടി വെട്ടുന്നത്, ബാർബറെ കൊണ്ട് വെട്ടിപ്പിക്കുന്നതല്ലേ. അതെ. അപ്പോൾ അതെങ്ങനെയാ ഇംഗ്ലീഷിൽ കൃത്യമായി പറയുക? വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റൊരാളെക്കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെ പറയാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. ഇവിടെ നമ്മൾ പറയേണ്ടത് ഐ ഗോട്ട് എ ഹെയർ കട്ട് എന്നാണ്. ഐ ഗോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിച്ചു. എ ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ മുടിവെട്ടൽ. അതായത് ഞാൻ പോയി മുടിവെട്ടി എന്ന് സ്റ്റൈലിഷായിട്ട് പറയാൻ ഐ ഗോട്ട് എ ഹെയർ കട്ട് എന്ന് പറയണം. ഐ ഗോട്ട് എ ഹെയർ കട്ട്. വെരി ഗുഡ്. എല്ലാവരും ഒപ്പം പറഞ്ഞേ. ഐ ഗോട്ട് എ ഹെയർ കട്ട്. ഐ ഗോട്ട് എ ഹെയർ കട്ട്. പെർഫെക്റ്റ്. അവസാനമായി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇന്ന് നല്ല മഴയാണെന്ന് സങ്കൽപ്പിക്കുക. ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് എന്ന് പറയാൻ ടുഡേയ്സ് ക്ലൈമറ്റ് ഈസ് വെരി ബാഡ് എന്ന് പറയാമോ? അത് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒന്നാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥയ്ക്കാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ ക്ലൈമറ്റ് ചൂടുള്ളതാണ്. എന്നാൽ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന മഴയും വെയിലുമൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെദർ എന്നാണ്. ഓ, അപ്പോ ഇന്നത്തെ കാലാവസ്ഥ മോശമാണ് എന്ന് പറയാൻ ക്ലൈമറ്റ് അല്ല വെദറാണ് ഉപയോഗിക്കേണ്ടതല്ലേ? യെസ്, എക്സാക്ട്ലി. ടുഡേയ്സ് വെദർ. ടുഡേയ്സ് എന്ന് വെച്ചാൽ ഇന്നത്തെ, വെദർ എന്ന് വെച്ചാൽ കാലാവസ്ഥ. അതായത് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയാൻ ടുഡേയ്സ് വെദർ എന്നാണ് പറയേണ്ടത്. ദ വെദർ ഈസ് ബാഡ് ടുഡേ എന്ന് പറയാം. ടുഡേയ്സ് വെദർ. ദ വെദർ ഈസ് ബാഡ് ടുഡേ. ഗ്രേറ്റ് ജോബ്. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ വാചകം എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ടുഡേയ്സ് വെദർ. ഇന്നത്തെ കാലാവസ്ഥ. ടുഡേയ്സ് വെദർ. ദ വെദർ ഈസ് ബാഡ് ടുഡേ. ഇന്ന് കാലാവസ്ഥ മോശമാണ്. ദ വെദർ ഈസ് ബാഡ് ടുഡേ. ബ്രില്യൻറ്റ്.
വാവ് സർ, ഇന്നത്തെ ഈ എപ്പിസോഡ് ശരിക്കും ഒരു ഐ ഓപ്പണർ ആയിരുന്നു. നമ്മൾ നിസ്സാരമെന്ന് കരുതി മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ഇത്രയും വാചകങ്ങൾ തെറ്റായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതെ, ഇംഗ്ലീഷ് എന്നത് വളരെ സിമ്പിളായൊരു ഭാഷയാണ്. നമ്മളെപ്പോഴും വാക്കുകളെയല്ല, ആശയത്തെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത്. ഇന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ കേൾക്കുന്നവരെല്ലാവരും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കൂ. തീർച്ചയായും. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് ഇതാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച് എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് എനിക്ക് കാറ്റുകൊള്ളാൻ പോണം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അത് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി ഞാൻ 2 ഓപ്ഷനുകൾ നൽകാം. ഇതിൽ ശരിയായ ഉത്തരം ഏതാണോ അത് താഴെ കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ, ഐ ആം ടേക്കിംഗ് ഹെഡേക്ക് സോ ഐ വാണ്ട് ടു ഈറ്റ് എയർ. ഓപ്ഷൻ ബി, ഐ ഹാവ് എ ഹെഡേക്ക് സോ ഐ വാണ്ട് ടു ഗെറ്റ് സം ഫ്രഷ് എയർ. യെസ്, എല്ലാവരും കമന്റ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും തിരുത്തി തരുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. കീപ് പ്രാക്ടീസിംഗ് ആൻഡ് കീപ് സ്പീക്കിംഗ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ബൈ. ബൈ എവ്രിവൺ.